ഇസ്രയേൽ അമേരിക്ക സംയുക്ത ആക്രമണത്തിൽ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി ഇന്ന് രാവിലെയാണ് കൊല്ലപ്പെട്ടതായിട്ടുള്ള വിവരം സ്ഥിരീകരിക്കപ്പെട്ടത്. ഖമനേയി രക്തസാക്ഷിത്വം വരിച്ചതായി ഇറാൻ സ്റ്റേറ്റ് TV സ്ഥിരീകരിച്ചു. ഖമനേയിയുടെ മകൾ, മരുമകൻ, പേരക്കുട്ടി അടക്കമുള്ളവർക്കും ആക്രമണത്തിൽ ജീവൻ നഷ്ടമായി. അമേരിക്കയോടും ഇസ്രയേലിനോടും പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചു. ചരിത്രത്തിലെ ഏറ്റവും വലിയ നീചനാണ് കൊല്ലപ്പെട്ടത് എന്നും ഇറാൻ തിരിച്ചടിച്ചാൽ വലിയ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഖമനേയിയുടെ കൊലപാതകത്തിൽ അനുശോചിച്ച് 10,000-കണക്കിന് ആളുകളാണ് ടെഹ്റാനിലെ തെരുവിൽ ഇറങ്ങിയത്. ആക്രമണം ആരംഭിച്ച ആദ്യ ദിനം തന്നെ അമേരിക്കയും ഇസ്രയേലും ലക്ഷ്യങ്ങളിലൊന്ന് പൂർത്തിയാക്കി. ശനിയാഴ്ച പുലർച്ചെ തന്നെ 86-കാരനായ ഇറാൻ പരമോന്നത നേതാവ് അലി ഖമനി ഓഫീസിലുണ്ടായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഖമനി കൊല്ലപ്പെട്ടെന്ന് ആദ്യ സൂചന നൽകി. അധികം വൈകാതെ ട്രൂത്ത് സോഷ്യലിലൂടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും മരണവാർത്ത പ്രഖ്യാപിച്ചു. എന്നാൽ ഇറാൻ ഔദ്യോഗികമായോ സ്റ്റേറ്റ് TVയോ മരണം സ്ഥിരീകരിച്ചില്ല. ഖമനേയി സുരക്ഷിതനാണെന്നായിരുന്നു അവകാശവാദം. എന്നാൽ ഒടുവിൽ ഇറാൻ സ്റ്റേറ്റ് TVയും പരമോന്നത നേതാവിന്റെ മരണം സ്ഥിരീകരിച്ചു. ഇസ്ലാമിക വിപ്ലവത്തിനായി തീവ്രവാദികളോട് പോരാടിയ ഖമനേയി രക്തസാക്ഷിത്വം വരിച്ചെന്ന സ്റ്റേറ്റ് TVയിലൂടെ അറിയിപ്പ്. ഇസ്രയേൽ സംയുക്ത ആക്രമണത്തിൽ ഖമനിയുടെ മകൾ, മരുമകൻ, പേരക്കുട്ടി, മുഖ്യ സുരക്ഷാ ഉപദേഷ്ടാവ് അലി ഷംഖാനി, IRGC കമാൻഡർ ഇൻ ചീഫ് മുഹമ്മദ് പഖ്വർ, പ്രതിരോധ മന്ത്രി അമീർ നാസർ സാദെ അടക്കം 7 ഉന്നത ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടു. ഇറാനിൽ ഭരണകൂടം 40 ദിവസത്തെ ദുഃഖാചരണവും 7 ദിവസത്തെ പൊതു അവധിയും പ്രഖ്യാപിച്ചു. ചരിത്രത്തിലെ ഏറ്റവും നീചനായ നേതാക്കളിൽ ഒരാളാണ് കൊല്ലപ്പെട്ടതെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. രാജ്യത്തെ വീണ്ടെടുക്കാൻ തെരുവിലിറങ്ങാനായിരുന്നു ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ആഹ്വാനം. ഖമനേയി ഇല്ലാതാക്കിയതിന് ട്രംപിന് നന്ദി പറഞ്ഞ മുൻ ഷാ ഭരണകൂടത്തിന്റെ അനന്തരാവകാശി റസ പഹ്ലാവി രംഗത്തെത്തി. മോചനത്തിന്റെ സമയം അടുത്തിരിക്കുന്നുവെന്നായിരുന്നു പ്രതികരണം. ഖമനിയുടെ കൊലപാതകം സ്ഥിരീകരിച്ചതിന് പിന്നാലെ തന്നെ തിരിച്ചടിക്കുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചു. തീവ്രവാദികളുടെ ആക്രമണത്തിൽ നഷ്ടപ്പെട്ടത് വലിയ നേതാവിനെയെന്നും ഖമനിയുടെ രക്തസാക്ഷിത്വത്തിന് തക്കതായ മറുപടി നൽകുമെന്നും IRGC മുന്നറിയിപ്പ് നൽകി. എന്തെങ്കിലും നടപടിക്ക് തുനിഞ്ഞാൽ ശക്തമായ തിരിച്ചടിയുണ്ടാകുമെന്ന് നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറി അലി ലാരിജാനി വ്യക്തമാക്കി. ഖമനിയുടെ കൊലപാതകം സ്ഥിരീകരിച്ചതിന് പിന്നാലെ ആയിരങ്ങളാണ് തെഹ്റാൻ, ഇസ്ഫഹാൻ, ഖോം എന്നിവിടങ്ങളിൽ ഖമനിയുടെ ചിത്രങ്ങളും അനുകൂല മുദ്രാവാക്യങ്ങളുമായി തെരുവിലിറങ്ങിയത്. സങ്കടം സഹിക്കാനാവാതെ പലരും പൊട്ടിക്കരഞ്ഞു. പള്ളികളിൽ അനുശോചന യോഗങ്ങൾ ചേർന്നു. തിരിച്ചടിക്കുമെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ ഇസ്രയേലിനെതിരെ ഇറാൻ ആക്രമണം കടുപ്പിച്ചു. തെല്ലവീവ്, ഹൈഫ അടക്കം 4 നഗരങ്ങളിലും ജെറുസലേമിലും മിസൈൽ ആക്രമണം തുടരുകയാണ്. ദുബായിലും ദോഹയിലും ബഹ്റൈനിലും അപായ സൈറനുകൾ മുഴങ്ങി. സ്ഫോടനത്തിന് പിന്നാലെ ദുബായ് വിമാനത്താവളത്തിൽ നിന്നുള്ള എല്ലാ വിമാന സർവീസുകളും റദ്ദാക്കി. ഇസ്രയേൽ ആക്രമണത്തിൽ ഇറാനിൽ മരണസംഖ്യ 200 കടന്നു. മിനാബിലെ സ്കൂളിലുണ്ടായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 148 ഇറാന്റെ ആക്രമണത്തിൽ ഒരു സ്ത്രീയുടെ മരണം ഇസ്രയേൽ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. 100-ലേറെ പേർക്ക് പരിക്കേറ്റു. തിരിച്ചടിച്ചാൽ ഒരിക്കലും കാണാത്ത തരത്തിലുള്ള ആക്രമണം നേരിടേണ്ടി വരുമെന്ന് ട്രംപിന്റെ ഭീഷണി. ഇന്ത്യയിൽ ശ്രീനഗറിലും ലക്നൌവിലും ഖമേനിയുടെ കൊലപാതകത്തെ അപലപിച്ച് ഷിയ മുസ്ലിങ്ങൾ തെരുവിൽ പ്രകടനം നടത്തി. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം. 3.5 പതിറ്റാണ്ട് പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ നിർണായക സ്വാധീനം ചെലുത്തിയ ആയത്തുള്ള അലി ഖമനേയി അമേരിക്കൻ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെടുമ്പോൾ വിപ്ലവാനന്തര ഇറാനെ കെട്ടിപ്പടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച നേതാവിനെയാണ് ഇറാന് നഷ്ടമാകുന്നത്. 86-ാം വയസ്സിൽ കൊല്ലപ്പെടും വരെ ഷിയ ഇസ്ലാമിക ദേശീയത ഉയർത്തിപ്പിടിച്ച് അട്ടിമറി ശ്രമങ്ങളെ മുഴുവൻ അതിജീവിച്ച് ഇറാനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു അദ്ദേഹത്തിന്. പശ്ചിമേഷ്യയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരം കൈയാളി രാഷ്ട്രത്തലവൻ കൂടിയാണ് ഖമനേയി. ഞങ്ങൾക്ക് മികച്ച നായകനെ നഷ്ടപ്പെട്ടിരിക്കുന്നു. മനുഷ്യരാശിയുടെ ഏറ്റവും ക്രൂരരായ ഭീകരരുടെയും കൊലയാളികളുടെയും കൈകളാൽ ഖമനേയി വരിച്ച രക്തസാക്ഷിത്വം അദ്ദേഹത്തിന്റെ വിശ്വാസ്യതയുടെയും ആത്മാർത്ഥമായ സേവനങ്ങൾ അംഗീകരിക്കപ്പെട്ടതിന്റെയും അടയാളമാണ്. ഇറാനിയൻ ജനതയുടെ പ്രതികാരത്തിന്റെ കൈകൾ അവരെ വെറുതെ വിടില്ല. ഖമനേയിയുടെ കൊലപാതക വാർത്ത പ്രഖ്യാപിച്ചുകൊണ്ട് ഇറാൻ വിപ്ലവ സേനയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: ഭൂരിഭാഗം ഇറാൻ ജനതയെ സംബന്ധിച്ചിടത്തോളം ആയത്തുള്ള അലി ഖമനേയി ഒരു മികച്ച നേതാവായിരുന്നു. ഇറാന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന പാശ്ചാത്യ വിരുദ്ധതയോട് ഇത്രമേൽ കൂറു പുലർത്തിയ, അതിനെ പ്രതിരോധിക്കാൻ ഏതറ്റം വരെയും പോകുന്ന ഒരു നേതാവ്.
ഷിയ മുസ്ലിം ധാരയിൽ ഏറെ പ്രാധാന്യമുള്ള ഇമാം റാസ ദേവാലയമടക്കം സ്ഥിതി ചെയ്യുന്ന മഷാദിലെ പൗരോഹിത്യ കുടുംബത്തിലാണ് ഖമനേയിയുടെ ജനനം. ഖുമിലെ സെമിനാരിയിൽ മതപഠനം പൂർത്തിയാക്കി. ഷാ ഭരണകൂടത്തിന്റെ ഏകാധിപത്യത്തിനെതിരായ പോരാട്ടത്തിൽ അണിനിരന്ന് പൊതുപ്രവർത്തന രംഗത്ത് സജീവമായി. ജനകീയ പ്രക്ഷോഭങ്ങളെ നയിച്ച് ഇറാനിലെങ്ങും പേരെടുത്തു. ജനകീയ നേതാവായി ഉയർന്നു. 1960കളിലും 1970കളിലും റസ പഹ്ലവിയുടെ ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള രഹസ്യ നീക്കങ്ങളുടെ ഭാഗമായി പ്രവർത്തനം. നിരവധി തവണ അറസ്റ്റ് ചെയ്യുകയും ക്രൂരമായ മർദ്ദനത്തിന് ഇരയാവുകയും ചെയ്തു. ഷായ്ക്കെതിരായ ഇസ്ലാമിക വിപ്ലവത്തിൽ ആയത്തുള്ള റൂഹുല്ല ഖുമൈനിക്കൊപ്പം നേതൃത്വം നൽകി. 1979ലെ ഇറാൻ ഇസ്ലാമിക് വിപ്ലവത്തെ തുടർന്ന് രൂപപ്പെട്ട റവല്യൂഷണറി കൗൺസിലിൽ പ്രധാന പങ്ക് വഹിച്ചു. വിപ്ലവാനന്തര ഇറാനിലെ നിയമരൂപീകരണത്തിൽ ആയത്തുള്ള അലി ഖമനേയിയുടെ പങ്ക് വളരെ വലുതാണ്. ഡെപ്യൂട്ടി പ്രതിരോധ മന്ത്രി സ്ഥാനത്തേക്ക് നിയമിക്കപ്പെട്ടതിനൊപ്പം തെഹ്റാനിൽ വെള്ളിയാഴ്ച പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകാനും നിയോഗിക്കപ്പെട്ടു. ഇതിനിടയിൽ നിരവധി തവണ വധശ്രമത്തിന് വിധേയനായി. 1981ൽ ഇറാന്റെ പ്രസിഡന്റ് പദവിയിലേക്ക് എത്തുന്നതിന് തൊട്ടു മുൻപ് പള്ളിയിൽ നടത്തിയ വധശ്രമത്തെ അതിജീവിച്ചു. പ്രസംഗത്തിനിടെ ടേപ്പ് റെക്കോർഡറിൽ ഒളിപ്പിച്ച ബോംബ് പൊട്ടിത്തെറിച്ച് ഗുരുതരമായി പരിക്കേറ്റു. വലതുകൈ തളർന്നു. ഇറാനിലെ പൗരോഹിത്യ വിരുദ്ധ ഗ്രൂപ്പായ ഫോർഖാൻ ഗ്രൂപ്പായിരുന്നു ആക്രമണത്തിന് പിന്നിൽ. 1981 ഓഗസ്റ്റിൽ വിമത സായുധ ഗ്രൂപ്പ് നടത്തിയ ആക്രമണത്തിൽ പ്രസിഡന്റും പ്രധാനമന്ത്രിയും കൊല്ലപ്പെട്ടതോടെ ഇറാന്റെ പ്രസിഡന്റ് പദവിയിലേക്ക് 97% വോട്ടുകൾ നേടിയാണ് ഖമനേയി പ്രസിഡന്റ് പദവിയിലേക്ക് നടന്നു കയറുന്നത്. അമേരിക്കയുടെ കടുത്ത ഉപരോധങ്ങൾ നേരിട്ട കാലം. 1989 ജൂൺ 3 പരമോന്നത നേതാവ് ആയത്തുള്ള റുഹുല്ല ഖുമൈനിയുടെ മരണത്തോടെ വിദഗ്ധ അസംബ്ലി ചേർന്ന് ആയത്തുള്ള അലി ഖമനേയിയെ ഇറാന്റെ പരമോന്നത നേതാവായി തെരഞ്ഞെടുത്തു. അമേരിക്കയെ നേരിടാൻ റഷ്യയും ചൈനയുമായി ബന്ധം ഊഷ്മളമാക്കുന്നതിലും ആധുനിക ഇറാനെ കെട്ടിപ്പടുക്കുന്നതിലും കൂടുതൽ ശ്രദ്ധ ചെലുത്തി. അമേരിക്കൻ ഭീഷണിയെ നേരിടാൻ ആണവായുധം നിർമ്മിക്കണമെന്ന ആവശ്യത്തോട് ഒരിക്കൽ പോലും ഖമനേയി അനുകൂല തീരുമാനമെടുത്തില്ല. ഊർജ്ജ താൽപര്യം മുൻനിർത്തി യുറേനിയം സമ്പുഷ്ടീകരണത്തിന് അനുമതി നൽകിയെങ്കിലും ആണവായുധങ്ങൾ നിർമ്മിക്കുന്നത് മതവിരുദ്ധമാണെന്ന വിധി പുറപ്പെടുവിച്ചു. ഇറാന്റെ ഭരണഘടന അനുസരിച്ച് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ നയങ്ങൾ തീരുമാനിക്കുന്നത് പരമോന്നത നേതാവാണ്. സായുധ സേനയുടെ കമാൻഡർ ഇൻ ചീഫ് പദവി, രഹസ്യാന്വേഷണ സുരക്ഷാ പ്രവർത്തനങ്ങളുടെ നിയന്ത്രണങ്ങൾ, ജുഡീഷ്യൽ സംവിധാനം, ഔദ്യോഗിക വാർത്താ മാധ്യമങ്ങൾ എന്നിവയെല്ലാം പരമോന്നത നേതാവിന് കീഴിലാണ്. ഇറാൻ ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള പാശ്ചാത്യ ശക്തികളുടെ നീക്കങ്ങളെ അടക്കം ഫലപ്രദമായി ചെറുത്ത് തോൽപ്പിച്ച ഭരണാധികാരി എന്ന നിലയിലാണ് ഇറാൻ ജനത ഖമനേയിയെ അടയാളപ്പെടുത്തുന്നത്. അതേസമയം ഇറാനിൽ ഉയർന്നു വന്ന ജനാധിപത്യ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തുകയും പ്രക്ഷോഭകാരികളെ കൊലപ്പെടുത്തുകയും ചെയ്ത ഭരണാധികാരി എന്ന വിമർശനത്തിനും വിധേയനാണ് ഖമനേയി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് താറുമാറായി വ്യോമഗതാഗതം. കേരളത്തിലെ 4 എയർപോർട്ടുകളിൽ നിന്നുമായി 60ഓളം സർവീസുകളാണ് ഇന്ന് റദ്ദാക്കിയത്. നെടുമ്പാശ്ശേരിയിൽ നിന്ന് പുറപ്പെട്ട ഒമാൻ എയർ വിമാനം തിരിച്ചിറക്കിയതിനെ തുടർന്ന് യാത്രക്കാർ ദുരിതത്തിലായി. യുദ്ധം തുടങ്ങിയ ശേഷം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് മിഡിൽ ഈസ്റ്റിലേക്കും തിരിച്ചും ഇതുവരെ റദ്ദാക്കിയത് 37 വിമാനങ്ങളാണ്. ഇന്ന് മാത്രം 26 വിമാനങ്ങൾ റദ്ദാക്കി. ഇന്നലെ 11 വിമാനങ്ങൾ റദ്ദാക്കിയിരുന്നു. കണ്ണൂരിൽ നിന്നും തിരിച്ചുമുള്ള 9 വിമാന സർവീസുകൾ റദ്ദാക്കി. നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഇന്ന് മാത്രം 27 സർവീസുകളാണ് റദ്ദാക്കിയത്. ഇതിൽ 19 എണ്ണം നെടുമ്പാശ്ശേരിയിൽ നിന്ന് പുറപ്പെടാനുള്ളതും 8 എണ്ണം നെടുമ്പാശ്ശേരിയിലേക്ക് എത്താനുള്ളതുമായിരുന്നു. നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിക്ക് പുറപ്പെട്ട ഒമാൻ എയർ വിമാനം വൈകിട്ട് 6 മണിയോടെ തിരിച്ചിറക്കിയിരുന്നു. പകരം പുറപ്പെടാനുള്ള വിമാനം അനിശ്ചിതത്വത്തിലായതോടെ യാത്രക്കാർ ഏറെ ബുദ്ധിമുട്ടി. ഒമാൻ കഴിഞ്ഞ് കണക്ഷൻ ഫ്ലൈറ്റ് ഉള്ളവർ വരാനൊക്കില്ലെന്ന് പറഞ്ഞു. എന്നാൽ ഞങ്ങൾക്ക് ഒമാൻ വരെ പോയാൽ മതി. അന്നേരം രാവിലെ വന്നിരിക്കുകയാണ്. ഇവിടെ വന്നപ്പോൾ ഞങ്ങളുടെ പേര് ലിസ്റ്റിലില്ല. അവർ ലിസ്റ്റ് റിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എന്താ ഇപ്പോൾ പറയുന്നവർ? അവർ കൺഫേം ആക്കി തരാമെന്നാണ് പറയുന്നത്. അല്ല, 9:15 പിന്നെ നിങ്ങളെ കൊണ്ടുപോകാമെന്ന് തീരുമാനിച്ച ഫ്ലൈറ്റ് ഉള്ളത്. അതിപ്പോൾ ഡിലേ ആണ് കാണിക്കുന്നത് ഇപ്പോഴും. പക്ഷെ അവർ പറയുന്നത് അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, മസ്കറ്റിൽ നിന്നാണ് കൺഫർമേഷൻ വരേണ്ടത്, അതാണ് അവർ പറയുന്നത്. ജിദ്ദയിലേക്കുള്ള വിമാനത്തിൽ യാത്രക്കാരെ കയറ്റിയിട്ടും തിരിച്ചിറക്കുമോ എന്ന ആശങ്കയിൽ ബന്ധുക്കൾ ഏറെ കഴിഞ്ഞാണ് വിമാനത്താവളത്തിൽ നിന്ന് മടങ്ങിയത്. എയർപോർട്ട് സ്റ്റാഫിന് നമ്മുടെ ഫ്ലൈറ്റ് ഇത്രയും ഡിലേ ആവുമെന്ന് പറഞ്ഞാൽ നമ്മളെ വിളിച്ച് കൺഫേം ചെയ്താൽ മതി, കം അറ്റ് ദിസ് ടൈം. അതിനനുസരിച്ച് ഞങ്ങൾ വന്നേനെ. ഇതിപ്പോൾ ഞങ്ങൾ ഇന്നലെ രാത്രി ഇവിടുന്ന് വീട്ടിൽ എത്തിയപ്പോൾ അടുത്ത് നമ്മൾ താമസിക്കെടുത്ത് 10:30, 11 o'clock ആയി. മോർണിംഗ് 5 o'clock ആയപ്പോൾ തിരിച്ചിവിടെ വന്നു. 1 hour എടുക്കും ഇവിടെ എത്താൻ. അപ്പോൾ തൊട്ട് ഇവിടെ വരെ വെയിറ്റിംഗ് ആണ്. റിയാദിൽ നിന്ന് 2 വിമാനങ്ങൾ ഇന്ന് കരിപ്പൂരിലെത്തി. ഫ്ലൈനാസ്, സൗദി എയർലൈൻസ് വിമാനങ്ങളാണ് സർവീസ് നടത്തിയത്. ഫ്ലൈനാസിന്റെ വിമാനം രാവിലെ 7:25 റിയാദിലേക്ക് തിരിച്ചു. ഒമാനിലേക്കുള്ള വിമാന സർവീസുകളെ യുദ്ധം കാര്യമായി ബാധിച്ചിട്ടില്ല.
യുദ്ധം എപ്പോൾ അവസാനിക്കുമെന്നോ അടച്ച വിമാനത്താവളങ്ങൾ എപ്പോൾ തുറക്കുമെന്നോ കൃത്യമായ ധാരണയില്ലാത്തതിനാൽ തന്നെ ഇന്ന് യാത്ര ചെയ്യേണ്ടവർ മാത്രമല്ല, വരും ദിവസങ്ങളിൽ യാത്ര ചെയ്യാനുള്ളവരും വലിയ ആശങ്കയിൽ തന്നെയാണ്. വിവിധ ബ്യൂറോകൾക്കും ക്യാമറാമാൻ വിഷ്ണു എസ് ആനന്ദിനുമൊപ്പം സൈഫുന്നിസ് ആലിയാർ, ന്യൂസ് മലയാളം, കൊച്ചി. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടതിന് പിന്നാലെ രാജ്യത്തിന്റെ അടുത്ത തലവൻ ആരാകും എന്നതിലാണ് ആകാംക്ഷ. പുതിയ നേതാവിനെ തെരഞ്ഞെടുക്കാനുള്ള നടപടികളിലേക്ക് ഭരണകൂടം കടന്നു കഴിഞ്ഞു. ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന. ഇറാനെ അടിമുടി നിയന്ത്രിക്കുന്ന പരമോന്നത നേതാവിന്റെ തെരഞ്ഞെടുപ്പ് ഇറാനെ സംബന്ധിച്ചിടത്തോളം അതീവ നിർണായകമാണ്. ഔദ്യോഗികമായി പിന്തുടർച്ചാവകാശിയെ പ്രഖ്യാപിക്കുന്ന ശീലമില്ലാത്തതിനാൽ അസംബ്ലി ഓഫ് എക്സ്പേർട്സ് എന്നറിയപ്പെടുന്ന 82 അംഗ സമിതിയാകും പുതിയ പരമോന്നത നേതാവിനെ പ്രഖ്യാപിക്കുക. രാഷ്ട്രീയ അനുഭവ സമ്പത്തും ഇസ്ലാമിക റിപ്പബ്ലിക്കിനോട് കൂറുമുള്ള പുരോഹിതനായിരിക്കും ഈ പദവിയിലേക്ക് എത്തുക. പാശ്ചാത്യ മാധ്യമങ്ങൾ ഖമനേയിയുടെ രണ്ടാമത്തെ മകൻ മൊജ്തബയുടെ പേര് ഉയർത്തിക്കാട്ടുന്നുണ്ടെങ്കിലും ഷിയ പാരമ്പര്യപ്രകാരം മക്കൾ പിന്തുടർച്ചാവകാശിയായി വരാനുള്ള സാധ്യത കുറവാണ്. മാത്രമല്ല, മോജ്തബ ഉന്നത പണ്ഡിത ശ്രേണിയിൽ ഉൾപ്പെട്ട ആളല്ല എന്നതും ഭരണപരമായ നേതൃത്വം കൈയാളിയിട്ടില്ല എന്നതും പരിഗണിക്കാനുള്ള സാധ്യത ഇല്ലാത്തതിന്റെ പ്രധാന കാരണങ്ങളാണ്. അസംബ്ലി ഓഫ് എക്സ്പേർട്സിന്റെ ഡെപ്യൂട്ടി ചെയർമാൻ കൂടിയായ അലി റേസ അറഫി ഇറാന്റെ അടുത്ത പരമോന്നത നേതാവാകാനാണ് സാധ്യത. തെരഞ്ഞെടുപ്പുകളിലേക്ക് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുകയും പാർലമെന്റ് പാസാക്കിയ നിയമങ്ങളുടെ അന്തിമ പരിശോധന നിർവഹിക്കുകയും ചെയ്യുന്ന ഗാർഡിയൻ കൗൺസിലിലെ അംഗവുമാണ് അലി റേസ അറഫി. ഇറാന്റെ മതകാര്യ പഠന സംവിധാനത്തിന്റെ തലവൻ എന്ന നിലയിൽ പ്രവർത്തിക്കുന്നതും പരമോന്നത നേതാവായി പരിഗണിക്കുന്നതിൽ 67-കാരനായ അറഫിയുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഖമനേയിയുടെ കടുത്ത വിശ്വസ്തൻ കൂടിയാണ് അലി റേസ അറഫി. അസംബ്ലി ഓഫ് എക്സ്പേർട്ടിലെ അംഗമായ മുഹമ്മദ് മെഹ്ദി മിർബാഗേരിയാണ് പരിഗണനയിലേക്ക് വരാൻ സാധ്യതയുള്ള മറ്റൊരു പേരുകാരൻ. കടുത്ത യാഥാസ്ഥിതികവാദി കൂടിയായ മെഹ്ദി പാശ്ചാത്യ വിരുദ്ധനായി അറിയപ്പെടുന്നയാളാണ്. ഷിയ പുണ്യ നഗരമായ കോമിൽ ഇസ്ലാമിക് സയൻസസ് അക്കാദമിയുടെ തലവനാണ് 60-കാരനായ മെഹ്ദി. ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ സ്ഥാപകനായ ആയത്തുള്ള റുഹുല്ല ഖൊമേനിയുടെ ചെറുമകൻ ഹസൻ ഖൊമേനിയുടെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ടെങ്കിലും പൊതുപദവികൾ അടക്കം വഹിച്ചിട്ടില്ലാത്തതിനാൽ പരിഗണിക്കപ്പെടാൻ സാധ്യത വളരെ കുറവാണ്. സുരക്ഷാ സംവിധാനത്തിലോ ഭരണവർഗത്തിലോ സ്വാധീനമില്ലാത്ത ഹസൻ ഖൊമേനി മിതവാദിയായും വിലയിരുത്തപ്പെടുന്നുണ്ട്. അസംബ്ലി ഓഫ് എക്സ്പേർട്ടുമായി അടക്കം അടുത്ത ബന്ധം പുലർത്തുന്ന ഹാഷി ഹുസൈനി ബുഷ്റഹി പരമോന്നത നേതാവ് പദവിയിലേക്ക് പരിഗണിക്കപ്പെടുന്ന മറ്റൊരു പ്രധാനിയാണ്. അതേസമയം ഇറാൻ വിപ്ലവ ഗാർഡിന്റെ പ്രവർത്തനങ്ങളിലടക്കം ഹാഷി ഹുസൈനിയുടെ പങ്കിനെക്കുറിച്ച് വ്യക്തതയില്ല. പുതിയ പരമോന്നത നേതാവിനെ തെരഞ്ഞെടുക്കും വരെ ഇടക്കാല നേതൃത്വ കൗൺസിലാകും ഇറാന്റെ ഭരണം കൈയാളുക. പ്രസിഡന്റ്, ചീഫ് ജസ്റ്റിസ്, ഗാർഡിയൻ കൗൺസിൽ അംഗവും ചേരുന്ന 3-അംഗ സമിതിക്കായിരിക്കും താൽക്കാലിക ചുമതല. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.